എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ റഹ്മത്ത് നമ്മളിൽ അവന്റെ പടപ്പുകളിൽപ്പെട്ട ഏറ്റവും ഉദാത്ത സൃഷ്ടിയായിരിക്കുന്ന ഒരു മനുഷ്യ കുഞ്ഞിനെ കളിമണ്ണ് കൊണ്ട് രൂപപ്പെടുത്തിക്കൊണ്ട് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച അല്ലാഹ് ഇനി അങ്ങനെ രൂപപ്പെടുത്തിക്കൊണ്ട് ഓരോ മനുഷ്യ കുഞ്ഞിനെയും സൃഷ്ടിക്കേണ്ടതില്ല എന്ന് വെച്ചുകൊണ്ട് അവന്റെ വ്യവസ്ഥയെ ലഘൂകരിക്കുകയും നമുക്ക് തമ്മിൽ പരസ്പരം ബന്ധപ്പെടാനും പരസ്പരം ധർമ്മങ്ങൾ ഉണ്ടാകാനും പരസ്പരം നമുക്ക് തമ്മിൽ കുടുംബമുണ്ടാകാനും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാഹു തആല ഒരു പുതിയ വ്യവസ്ഥിതിയിലേക്ക് വയ്ക്കുകയും ആ വ്യവസ്ഥയുടെ ഭാഗമായി നമ്മുടെ രേതസ്കണം സംഭോഗവേളയിൽ ശവിക്കുന്ന ശുക്ലത്തിൽ നിന്ന് ഒരു മനുഷ്യ കുഞ്ഞെന്ന വിധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജനനം നൽകുവാൻ പറ്റുന്ന വിധം നമ്മൾ വിസർജിക്കുമ്പോൾ ആ വിസർജിക്കപ്പെടുന്ന ശുക്ലത്തിൽ 50 കോടി കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ട ബീജം ഒരു പുരുഷൻ ഒരു ശുക്ലത്തിൽ ഒരു വിസർജിക്കുന്ന ഒരു സംഭോഗവേളയിൽ വിസർജിക്കുന്ന ശുക്ലങ്ങളിലുണ്ട്. ഈ 50 കോടിയോളം വരുന്നതിൽ നിന്ന് അതിൽ ഓരോന്നിൻ്റെ കണക്ക് പറഞ്ഞാൽ ഞാനതിൻ്റെ വയസ്സാം കാലത്തിപ്പോൾ ഈ കണക്കുകളൊന്നും പറയണ്ട, എന്നാലും അറിയണമല്ലോ. അറിയാൻ വേണ്ടിയിട്ടുള്ള ചില ഭാഗങ്ങൾ മാത്രം. ഒരു മിനിറ്റിൽ 3.5 മില്ലിമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് 1 മണിക്കൂറിനകമാണ്, ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ടാണ് ഇത് ഗർഭാശയത്തിലെത്തുന്നത്. ഗർഭാശയത്തിലെത്തിയിട്ട് ഏതാണ്ട് 2-3 മണിക്കൂറിനകം അണ്ഡവാഹിനിയിലെത്തുന്നു. അണ്ഡവാഹിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടെ ഗർഭാശയത്തിൻ്റെ 2 വശത്തുമായി ഇടത്തും വലത്തുമായി അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അണ്ഡങ്ങൾ ഉണ്ടാകും. ഈ ഉണ്ടാകുന്ന അണ്ഡങ്ങളിൽ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചിരിക്കുന്ന സമയത്ത് അണ്ഡങ്ങൾ ഉത്സർജിക്കുന്ന സമയമുണ്ട്. അതിൻ്റെ അത്തരം സമയങ്ങളിൽ അണ്ഡോത്സർജനം നടക്കുന്ന സമയങ്ങളിൽ അണ്ഡവാഹിനികളിൽ എത്തുന്ന ഒരണ്ഡവുമായി നമ്മുടെ ശുക്ലത്തിൽ നിന്ന് കുഞ്ഞാകാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ബീജം പെട്ടെന്ന് അണ്ഡവാഹിനിയിൽ വെച്ച് സന്ധിക്കുകയും അത് രണ്ടും തമ്മിൽ സന്ധിച്ച് ഒന്നാവുകയും ചെയ്യുന്ന ആ പ്രക്രിയ അണ്ഡവാഹിനികൾ എന്ന പേരിൽ അണ്ഡാശയങ്ങളിലും അതുപോലെ തന്നെ ഗർഭാശയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 2 ഭാഗത്തും ഗർഭപാത്രത്തിൻ്റെ അടിഭാഗത്തായിക്കൊണ്ട് ഗർഭപാത്രത്തിലേക്കുള്ള 2 കവാടങ്ങളാക്കിക്കൊണ്ട് ആ കവാടങ്ങളോട് ബന്ധിച്ച് കിടക്കുന്ന അണ്ഡവാഹിനി, അണ്ഡം പോകുന്ന കൊയൽ എന്ന് വിളിക്കോളി അണ്ഡനാളം. ഈ അണ്ഡനാളം എന്ന നാളത്തിൻ്റെ അകത്ത് അണ്ഡവുമായിട്ട് ഒരു ബീജം സങ്കലിക്കുകയാണ്. ഈ ബീജം സങ്കലിച്ചാൽ എത്രയതൊക്കെ വളരെ എളുപ്പം, വളരെ ലളിതം. അതായത് മനുഷ്യനാകാൻ വേണ്ട, മനുഷ്യ കുഞ്ഞുണ്ടാകാൻ വേണ്ട വിഭവമായി വരുന്നതിന് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ളതിനെ നമ്മളൊരു കേന്ദ്രം വെച്ചോളി, ന്യൂക്ലിയസ്. അതിലെ എല്ലാ വിഭവങ്ങളും കൂട്ടിയിട്ട് നമുക്ക് ന്യൂക്ലിയസ് എന്ന് പറയാം. ഈ ന്യൂക്ലിയസ് ഇത് രണ്ടും തമ്മിൽ സംഗമിച്ച് അപ്പോൾ ഉണ്ടായിത്തീരുന്ന സിക്താണ്ഡം എന്ന ഒരു കോശം, ഈ ഒരു കോശം 1 മില്ലിലിറ്ററിൻ്റെ 1/5 മാത്രം വലുപ്പമുള്ള ഈ സിക്താണ്ഡം തുടർച്ചയായി വിഭജിച്ച് ഭ്രൂണം എന്ന അവസ്ഥയിൽ വരികയും ഭ്രൂണം ഒരാഴ്ചക്കകം ഗർഭാശയത്തിലെത്തി അതിൻ്റെ ഉൾഭിത്തിയിലെ സ്ഥലത്തിൽ അള്ളിപ്പിടിച്ച് വളരുകയും ചെയ്യുന്നു. ഇതാണ് ഗർഭമുണ്ടാകുക എന്ന് പറയുന്നത്. ഉലൂഖ് എന്ന് അറബിയിൽ പറയുന്ന ഗർഭമുണ്ടാകരുതാണ്. ഗർഭപാത്രത്തിൻ്റെ അകത്ത് അള്ളിപ്പിടിക്കാൻ പറ്റുന്ന പ്രദേശം, അതിനുവേണ്ടി അള്ളാഹു സൗകര്യം ചെയ്ത സ്ഥലം, ആ സ്ഥലത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നത് ഒരു 280 ദിവസം, അതായത് 40 ആഴ്ച. നമ്മൾ നാടന്മാർ പറയുന്ന ഏതാണ്ട് 10 മാസം. 10 മാസം ഗർഭം ചുമന്ന് 10 മാസം ഗർഭം ചുമന്ന് എന്ന് പറയല്ലോ. അതിന് 40 ആഴ്ച. ദിവസം പറയുകയാണെങ്കിൽ 280 ദിവസം. ഈ 280 ദിവസം കൊണ്ട് ഭ്രൂണം വളർന്ന് പൂർത്തിയായി അതിൻ്റെ വളർച്ച പരിപൂർണമായി പ്രസവിക്കാനായി സാധാരണഗതിയിൽ കുഞ്ഞ് പ്രസവിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇപ്പോൾ ഇത് ഇടപാട്. നമ്മളെ പെണ്ണുങ്ങൾക്ക് മാസക്കുളി നിന്നാൽ ആ മാസക്കുളി നിന്നത് എന്നാണ് എന്ന് കണക്കൂട്ടിയിട്ട് ലേഡി ഡോക്ടർമാർ, അതായത് ഗൈനക്കോളജിസ്റ്റുകൾ, ഈ ഗൈനക്കോളജിസ്റ്റുകൾ അതിൻ്റെ ഗർഭത്തിൻ്റെ കാലം പറയും, എത്ര മാസമായി. പിന്നെ അവസാനം കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് പരിശോധനകൾ ഓരോ മാസവും കഴിഞ്ഞിട്ട് അവസാനം പ്രസവത്തിന് ഡേറ്റ് പറയും, തീയതി. ആ ഡേറ്റിനെങ്ങാനും പ്രസവിച്ചില്ലെങ്കിലോ നമ്മുടെ ഒരു ആധി പറയേണ്ട, പ്രയാസം പറയേണ്ട, വല്ലാത്ത ആദ്യം ഡോക്ടർ പറഞ്ഞ തീയതി പോയി.
ഡോക്ടർ പറഞ്ഞ തീയതിയും കഴിഞ്ഞേ, ഡേറ്റും കഴിഞ്ഞിട്ട് പ്രസവിച്ചില്ലേ എന്നാ നമ്മൾ പറയാം. ഇത് തന്നെയാണ് ഡോക്ടർമാരുടെ ആവശ്യം. ഈ 250 ദിവസം സാധാരണഗതിയിലുള്ള അതിൻ്റെ കണക്കാണ്. 250 ദിവസം കഴിഞ്ഞാൽ ശരാശരി ഗർഭപാത്രത്തിൽ വളരുന്ന ഈ മനുഷ്യ ശിശു ഭ്രൂണത്തിന്റെ വളർച്ചയുടെ പൂർണ്ണ ഘട്ടങ്ങളെല്ലാം പൂർത്തിയാക്കി പൂർണ്ണ വളർച്ചയിലെത്തിയാൽ അത് പിന്നെ ഗർഭപാത്രത്തിൽ സാധാരണഗതിയിലിരിക്കൂല, പിന്നെ അത് പുറത്തേക്ക് പോരും. ഇതാണ് നമ്മൾ കാണുന്ന പ്രസവം. ഈ പ്രസവത്തിനിടക്ക് ഇതിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ, നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമ്മളൊന്നിങ്ങനെ ആലോചിച്ചാൽ, എൻ്റെ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു തആല നമ്മളൊരാൾ ഉണ്ടാകാൻ വേണ്ടി അല്ലാഹു തആല നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യവസ്ഥിതിയും രൂപപ്പെടുത്തലിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആ ക്രമങ്ങളും, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രൂപപ്പെടുത്തി നമ്മെ ഈ കാണുന്ന രൂപത്തിലാക്കുന്ന ആ ക്രമങ്ങളുമൊക്കെ നമ്മൾ ശരിക്ക് വിലയിരുത്തിയാൽ അത്ഭുതപ്പെട്ടു പോകും. ഇതൊക്കെ അല്ലാഹു ഓരോ പെണ്ണിനും ഓരോ ആണിനും വെച്ചിരിക്കല്ലേ. അപൂർവം ചിലർക്കേ ഇതില്ലാതാവും. ഇതാണ് അപവാദമായിട്ട് കുറച്ചാളെ വരുള്ളൂ. മിക്കവാറും ആളുകൾക്ക് ഇതെല്ലാം ഉണ്ട്. അപൂർവം ചിലർക്ക് അതിന് കുഴപ്പം, ഇതിന് കുഴപ്പം, അതുപോരാ ഇതുപോരാ എന്ന് പറയും. ഇതുപോലെ 250 ദിവസം കഴിഞ്ഞിട്ടും ചിലപ്പോൾ പ്രസവിക്കാത്തവരുണ്ടാകാം. പ്രസവിക്കാത്ത നിലയിൽ ആളുകൾ പോവാം. 250 ദിവസം കഴിഞ്ഞു എത്തിയിട്ട് പ്രസവിക്കണമെന്നൊന്നുമില്ല. 4 മാസം വരെ ഗർഭപാത്രത്തിൻ്റെ അകത്ത് ഗർഭം കിടക്കാം, ഗർഭസ്ഥ ശിശു കിടക്കാം. ഇതനുഭവമാണ്. ലോകത്തങ്ങനെ കടന്നിട്ടുള്ള എത്രയോ ആളുകളെ ചരിത്രം വിവരിച്ചു തരുന്നുമുണ്ട്. ഇത് നമ്മൾ പറഞ്ഞാൽ 4 കൊല്ലം വരെ കിടക്കുകയെന്നാണ്. ഇമാമിയങ്ങളൊക്കെ ഹംലിൻ്റെ ഭൂരിപക്ഷ കാലം, അങ്ങേ അറ്റത്തെ കാലം 4 കൊല്ലം എന്ന് കണക്ക് പറയുന്നുണ്ടല്ലോ. ശരാശരിയിൽ 6 മാസമാണ് ഏറ്റവും ചുരുങ്ങിയ കാലയളവ്. 6 മാസം ഒരു ഗർഭം പൂർണ്ണമായ രീതിയിൽ മനുഷ്യ കുഞ്ഞായി വളർന്നിട്ട് പ്രസവിച്ച ഒരു പേടിയും പേടിക്കേണ്ടതൊന്നുമില്ല. സാധാരണഗതിയിൽ 250 ദിവസം കിടക്കലാണ് അതിൻ്റെ മൂപ്പ്. ആ മൂപ്പിൻ്റെ കൃത്യം പോലെ അളവ് വന്നിട്ടില്ലെങ്കിൽ 6 മാസം കഴിഞ്ഞുകൊണ്ടും പ്രസവിച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് ഗർഭം തന്നെയാണ്. ആ ഗർഭത്തിൻ്റെ വളർച്ചയും അത്യാവശ്യം എത്തിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ കാലയളവാണ്. 6 മാസം കൊണ്ട് ഗർഭം ധരിച്ച് പ്രസവിച്ചിട്ടുള്ള കുട്ടികൾ എത്രയുണ്ട്. ലോകത്തെ അടക്കി ഭരിച്ചിരുന്ന ഉമവി ഖിലാഫത്തിന്റെ ഏറ്റവും പ്രസിദ്ധനായ ഖലീഫ, ഇസ്ലാമിക നാണയങ്ങൾ ക്രിസ്ത്യൻ ലോബിക്കെതിരെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും അടിച്ചിറക്കിയ ചരിത്രത്തിലെ അറിയപ്പെട്ട വലിയ ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാൻ 6 മാസം മാത്രം ഉമ്മയുടെ ഗർഭത്തിൽ കിടന്നിട്ട് 6 മാസം കഴിഞ്ഞ് ഉടനെ പ്രസവിക്കപ്പെട്ടയാളാണ്. വർഷങ്ങൾ എത്ര അദ്ദേഹം ഭരിച്ചു? അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ മുദ്ര എത്രയാണ്? അദ്ദേഹം എത്ര കാലം ഭരിച്ചു? അബ്ദുൽ മലിക്കിന്റെ 4 മക്കൾ വലിയ അധികാരികളായി, ഉമവി ഖലീഫമാരുടെ കൂട്ടത്തിൽ ഖലീഫമാരായി. ഒരു ഖലീഫയുടെ 4 മക്കൾ ക്രമമായിക്കൊണ്ട് ഒന്നിനു പുറകിൽ ഒന്നായിക്കൊണ്ട് ഭരണാധികാരം നടത്തിയിട്ടുള്ള ഖലീഫമാർ അബ്ദുൽ മലിക് ബിൻ മർവാനെ പോലെ ചരിത്രത്തിൽ കൂടുതൽ പേരില്ല. ഈ 4 മക്കൾ അധികാരം നടത്തിയ അബ്ദുൽ മലിക് എന്ന് പറയുന്ന ആ ഖലീഫ 6 മാസം മാത്രമേ ഗർഭത്തിൽ കിടന്നിട്ടുള്ളൂ. 6 മാസം കഴിഞ്ഞ് പ്രസവിച്ചാൽ നമ്മളെ നാട്ടിൽ എന്ത് ചെയ്യും? ICUവിൽ, മറ്റിൻ്റെ ഉള്ളിൽ, പെട്ടിൻ്റെ ഉള്ളിൽ അവിടെ കുറേ കിടക്കേണ്ടതുണ്ട്. എന്നിട്ട് കഴിഞ്ഞിട്ടേ അങ്ങനെ ആക്കുള്ളൂ, പ്രായമായിട്ടില്ലല്ലോ എന്ന് പറയും. യഥാർത്ഥത്തിൽ അത്രയൊന്നും വേണ്ടതുണ്ടാവില്ല. മിക്കവാറും ഉണ്ടായി വിടാന്നില്ല. ചിലതൊക്കെ നമ്മൾ ഡോക്ടർമാരെ തിരുത്തി എഴുതാനൊന്നും പോണ്ട. പക്ഷെ എല്ലാം വിശ്വസിച്ച് നമ്മൾ വ്യാകുലപ്പെടേണ്ട, നമ്മൾ വല്ലാതെ സങ്കടപ്പെടേണ്ട. ഈ 4 കൊല്ലം വരെ ഇരിക്കുന്നവരും എത്രയോ പേരുണ്ട്. ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരുപാട് മഹാന്മാർ. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ എത്ര കാലം വരെ ഒരു ഗർഭസ്ഥ ശിശു ഗർഭസ്ഥിൻ്റെ ഉള്ളിൽ ഗർഭപാത്രത്തിനകത്ത് കിടക്കും എന്നത് സംബന്ധിച്ച് ഒരു ചോദ്യം വന്നപ്പോൾ അവരുടെ നിഗമനം വെച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു 2 കൊല്ലം വരെ കിടക്കുന്നു. 2 കൊല്ലം വരെ, 2 കൊല്ലം വരെ കിടക്കുള്ളൂ എന്നുള്ള ആയിഷ ബീവിയുടെ മറുപടി കിട്ടിയത് മദീനയിലെ ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കാതിലെത്തിയപ്പോൾ ഈ റിപ്പോർട്ട് കേട്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, യാ സുബ്ഹാനല്ലാഹ്, 2 കൊല്ലം വരെ ഒരു ഗർഭപാത്രത്തിന്റെ അകത്ത് കിടക്കുള്ളൂ എന്നാണോ മഹദി അവരുടെ മറുപടി? എന്നാൽ ഹാദിഹി ജാറത്തുന, നമ്മളെ ഇടവലത്തുണ്ട് ഒരു പെണ്ണുങ്ങള്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാലേ നമ്മളെ അയൽവാക്കിയായ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് ഇംറാത്തു മുഹമ്മദ് ബിൻ ഇജ്ലാൻ, മുഹമ്മദ് ബിൻ ഇജ്ലാന്റെ ഭാര്യ. ഇംറാത്തു സിദ്ഖ്, സത്യവതിയായ പെണ്ണാണ്.
റജുലു സിദ്ഖ്, അദ്ദേഹമാണെങ്കിലോ സൗജുഹാ റജുലു സിദ്ഖ്, അദ്ദേഹവും സത്യവാനായ പുരുഷനാണ്, അവർ കള്ളം പറയില്ല. മുഹമ്മദ് ഇബ്നു ഇജ്ലാനും അദ്ദേഹത്തിന്റെ ഭാര്യയും ദമ്പതികൾ എൻ്റെ അയൽവാസികളാണ്. ആ അയൽവശത്തിരിക്കുന്ന ആ മഹദി വഹമലത്ത് സലാസത അബ്തുൻ, 3 ഗർഭം അവർക്കുണ്ടായി. 3 ഗർഭം മൂന്നായി തന്നെ ഉണ്ടായി, ഒന്നിനു ശേഷം ഒന്നായി. ഫിസ്നയ ശറസന, 12 കൊല്ലത്തിലിടക്ക്. കുല്ലു ബത്ൻ 4 സിനീൻ, ഓരോ ഗർഭവും 4 കൊല്ലമായിരുന്നു. 4 കൊല്ലം ഗർഭപാത്രത്തിന്റെ അകത്തിരുന്നു. അങ്ങനെ 12 കൊല്ലം കൊണ്ട് 3 മക്കളുണ്ടായി. മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു, താബിഈങ്ങളിൽപ്പെട്ട മുജാഹിദ് എന്നവരും ഇതിങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3 ഗർഭത്തിലും 4 മാസം ഗർഭത്തിലിരുന്ന ആളുകൾ, ആ ഗർഭത്തിലിരുന്ന ആളുകളുണ്ടായി. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദിനാർ, താബിഈങ്ങളിൽ പ്രധാനിയായ മഹാൻ, അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരാൾ വന്നു പറഞ്ഞു, യാ അബാ യഹ്യാ ഉദുഉ ലിംറഅത്തിൻ ഹുബ്ല മുൻദു 4 സിനീൻ, 4 കൊല്ലമായി ഗർഭിണിയായിട്ട് ഒരു പെണ്ണുങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ. ആ വീട്ടിലെ പെണ്ണിന്, മൂപ്പത്തിന്റെ ഭാര്യനെ പറ്റി ഞാൻ പറയുന്നു, ഈ വന്ന ആളുടെ ഭാര്യനെ പറ്റി തന്നെ, 4 കൊല്ലമായി ഗർഭത്തിലാണ്. ഈ 4 കൊല്ലമായിട്ടും ഗർഭം പ്രസവിച്ചിട്ടില്ല. ഫി കർബിൻ ഷദീദ്, വല്ലാത്ത വേദനയും ബേജാറുമാണ്. ആ വേദനയിലായി 4 കൊല്ലമായി ഗർഭത്തിലിരിക്കുന്നു. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഫദഅലഹാ, ഈ മഹദിയുടെ പ്രസവം എളുപ്പമാകാൻ, ശരിക്കും പ്രസവിക്കാൻ വേണ്ടി ദുആ ചെയ്തു. ദുആ ചെയ്ത് കഴിഞ്ഞതേയുള്ളൂ, അനാ വരുന്നു ഒരാൾ. ആ വന്ന ആള് ദ്വാർക്കാൻ പറഞ്ഞു, ഈ ആളോട് പറഞ്ഞു, അതിരിക്കും റാത്തക്, നിങ്ങൾ വേഗം നിങ്ങളുടെ കെട്ടിയോളെടുത്ത് ചെല്ലണം. അദ്ദേഹം പോയി ചെന്ന് നോക്കുമ്പോ എന്താണ്, പ്രസവിച്ചിരിക്കുന്നു. മാലിക് ഇബ്നു ദീനാർ എന്നവർ ദ്വാരുന്ന ഉടനെ പ്രസവിച്ചിരിക്കുന്നു. പ്രസവിച്ചു കഴിഞ്ഞ് ഏതാണ്ട് സമയം ഒരൽപ്പം കഴിഞ്ഞപ്പോ ഈ പോയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പെരടിയിൽ ഒരു നല്ല കിടുകിടുത്ത ആൺകുട്ടിയെ ചുമലിലേറ്റിക്കൊണ്ടുവരുന്നു. പെറ്റ കുട്ടിയത്, പ്രസവിച്ച കുട്ടി, 4 കൊല്ലായിട്ടില്ലേ, 4 കൊല്ലായി കുട്ടിയെ ചുമലിലേറ്റി വരുന്നു. 4 വയസ്സായ കുട്ടിയെ നമുക്ക് ചുമലിലേറ്റാലോ? ഈ 4 വയസ്സ് ഗർഭത്തിന്റെ ഉള്ളിലിരുന്ന കുട്ടിയെ ചുമലിലേറ്റിയിട്ട് കദിസ്തവത്ത് അസ്നാനുഹു, നല്ല പല്ലുകൾ നിരയായി നിൽക്കുന്ന, നല്ല പല്ല് വന്ന നല്ല കുട്ടികൾ. ഇതൊക്കെ ബഹുമാനപ്പെട്ട ഇമാമുകൾ വിവരിക്കുന്നുണ്ട്. 4 കൊല്ലം ഗർഭത്തിലിരിക്കുക. അപ്പൊ 280 ദിവസം കൊണ്ട് പ്രസവിക്കും എന്ന് പറയുമ്പോഴേക്ക് 280 ദിവസം തന്നെ ഗർഭത്തിലിരിക്കുമെന്ന് ചിന്തിക്കണ്ട. അള്ളാഹു നിശ്ചയിച്ച ദിവസങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ശിശുവിനെ ഗർഭപാത്രത്തിന്റെ അകത്ത് അള്ളാഹു തആല കുട്ടിയായിക്കൊണ്ട് എത്രയും കാലം നിർത്താം, 4 വർഷം വരെ പോകാം. തെളിഞ്ഞത് ഇത്രയേ ഉള്ളൂ, മനസ്സിലാക്കിയ പ്രമാണങ്ങൾ വെച്ച് ഇത്രയേ ഉള്ളൂ. അതിനപ്പുറം വിവരമില്ലാത്തത് കൊണ്ടാണ്, അതിനപ്പുറം ഒരു റിപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടാണ് 4 വർഷമാണ് അക്സറുൽ ഹംല്, ഗർഭത്തിലിരിക്കുന്നതിൻ്റെ പരമാവധി കാലം എന്ന് മുജ്തഹിദുകളായ ഇമാമുകൾ എഴുതുന്നത്. ഇതൊക്കെ പഠിക്കാനായിട്ട് എന്താ ഞങ്ങൾ വിചാരിക്കുന്നത്? ഇതൊക്കെ പഠിക്കാൻ ബഹുമാനപ്പെട്ട മുജ്തഹിദുകളായ ആളുകൾ അതിനുവേണ്ടി വളരെയധികം പ്രയാസങ്ങൾ സഹിക്കും. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഇത്തരം അത്ഭുതങ്ങളൊക്കെ കേട്ടാൽ ആ അത്ഭുതങ്ങളൊക്കെ നല്ലപോലെ പഠിക്കാൻ, ശരിക്കും പഠിക്കാൻ വളരെ ദീർഘമായി യാത്ര ചെയ്ത് പ്രയാസപ്പെട്ട് ചെല്ലും മനസ്സിലാക്കാൻ. സ്വന്തം ജീവിതത്തിന്റെ ഇണയായി സ്വീകരിക്കേണ്ട പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഇണയായി സ്വീകരിക്കും. ഇതൊക്കെ മഹാന്മാരുടെ സാധാരണ പരിപാടി. ഇതനുസരിച്ചാണ് നമ്മുടെ ഫിഖ്ഹിന്റെ ഉലമാക്കൾ 4 കൊല്ലം വരെ ഗർഭത്തിലിരിക്കാന്ന് പറയുന്നത്. ഇരിക്കട്ടെ,